നമസ്കാരം. മന്ത്രിസഭയിൽ ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാലിനെ നോക്കുകുത്തിയാക്കി ധനകാര്യ വകുപ്പിന്റെ അധികാരം കവർന്നെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥ സംഘവും. ധനവകുപ്പിൽ നിന്നും കേരള സർവീസ് റൂൾ അതായത് KSR അടർത്തി മാറ്റിയാണ് ധനവകുപ്പിന്റെ അധികാരം കവർന്നെടുത്തത്. KSR, KS ആൻഡ് SSRS കോൺടാക്ട് റൂൾ എന്നിവ സംയോജിപ്പിച്ച സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിനാണ് സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാൻ ചുമതല നൽകിയിരിക്കുന്നത്. കേരള സർവീസ് റൂൾ ധനവകുപ്പിൽ നിന്ന് അടർത്തി മാറ്റുന്നതിലൂടെ ധനവകുപ്പിലെ തസ്തികകൾ 50% ചുരുങ്ങും. അഡ്വൈസറി സെഷനുകൾ ഉൾപ്പെടെയുള്ള പല വിങ്ങുകളും ഇല്ലാതെയാകും. തസ്തികകൾ ഇല്ലാതെയാകുന്നതോടെ ജീവനക്കാരുടെ പ്രമോഷനും ഇല്ലാതെയാകും. ഫലത്തിൽ ഗസറ്റഡ് തസ്തികയിലെത്താൻ സാധിക്കുക അപൂർവം പേർക്ക് മാത്രമാണ്. സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളിലും സൂക്ഷ്മ പരിശോധന ധനവകുപ്പിൽ നടക്കുമെന്നതിനാൽ അഴിമതി നടത്തുക എളുപ്പമല്ല. ധനവകുപ്പിനെ മറികടന്ന മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്താണ് പിണറായി പല കുപ്രസിദ്ധിയാർജിച്ച തീരുമാനങ്ങളും എടുത്തത്. AI ക്യാമറ, സ്പ്രിംഗ്ലർ മുതൽ ഒന്നാം പിണറായി സർക്കാരിലെ കുപ്രസിദ്ധിയാർജിച്ച അഴിമതി ഫയലുകൾ നിലവിലുള്ള സർക്കാർ ഉത്തരവുകൾ ചൂണ്ടിക്കാണിച്ച് ധനവകുപ്പ് എതിർത്തിരുന്നു. 6000 കോടിയുടെ ഹെസ് പദ്ധതിയും പൊക്കിപ്പിടിച്ചു വന്ന ജ്യോതിലാലിന്റെ ഫയലിൽ ധനവകുപ്പ് കൃത്യമായി പരിശോധിച്ചതോടെ അഴിമതി നടത്താനുള്ള നീക്കവും പൊളിഞ്ഞു. പിന്നീട് ധനവകുപ്പിൽ പ്രൊഫഷണലുകൾ ഇല്ലെന്നായി ജ്യോതിലാൽ IAS. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെ ചില ആളുകൾക്ക് സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുറക്കാനും ജ്യോതിലാൽ ശ്രമം നടത്തി നോക്കിയെങ്കിലും പ്രതിപക്ഷ ഇടപെടലിൽ ആ നീക്കം പൊളിഞ്ഞു. 2016 പിണറായി മുഖ്യമന്ത്രി കസേരയിൽ എത്തിയപ്പോൾ തന്നെ ധനവകുപ്പിന്റെ ചിറകുകൾ അരിയാനുള്ള നീക്കം തുടങ്ങിയിരുന്നു. ലാവ്ലിൻ ഫയലിലെ അഴിമതി ചൂണ്ടിക്കാണിച്ച ധനസെക്രട്ടറിയുടെ തല പരിശോധിക്കണമെന്ന് ഫയലിൽ കുറിച്ചയാളാണ് പിണറായി വിജയൻ. ധനവകുപ്പിനോടുള്ള പിണറായിയുടെ ഇഷ്ടക്കേടിന് 1/4 നൂറ്റാണ്ട് കാലത്തെ ആയുസ്സുമുണ്ട്. കരുത്തനും ധനകാര്യ വിശാരദനുമായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുന്നിൽ ധനവകുപ്പിനെ ഇല്ലാതാക്കാനുള്ള പിണറായിയുടെ ശ്രമങ്ങൾ വിജയിച്ചിരുന്നുമില്ല. കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഉൾപ്പെടെ ഐസക്കിന്റെ കാലത്ത് ധനവകുപ്പിന് കരുത്തു കൂട്ടാനുള്ള ശ്രമവും ഐസക് ചെയ്തു എന്ന് വരുത്തി തീർത്തു. ഐസക്കിന് സീറ്റ് കൊടുക്കാതെ ഒതുക്കി ആലപ്പുഴയിൽ ഇരുത്തിയ പിണറായി ബാലഗോപാലിന് ധനകസേര നൽകിയതോടെ ഓപ്പറേഷൻ ധനകാര്യം ആരംഭിച്ചു. ധനവകുപ്പിൽ 3 വർഷം കഴിഞ്ഞിട്ടും പകച്ചു നിൽക്കുകയാണ് ബാലഗോപാൽ. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കേന്ദ്രം പണം തരുന്നില്ല എന്ന പതിവ് പല്ലവിയുമായി കാലം കഴിക്കുകയാണ് ബാലഗോപാൽ. മന്ത്രിസഭാ യോഗത്തിൽ KSR മാറ്റിയതിനെ കുറിച്ച് പോലും ബാലഗോപാൽ ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ലെന്നാണ് അറിയുന്നത്. ധനവകുപ്പിന്റെ അധികാരം കവർന്നെടുക്കാനുള്ള പിണറായിയുടെ നീക്കത്തിനെതിരെ ധനകാര്യ വകുപ്പിലെ കോൺഗ്രസ് സംഘടന കേരള ഫൈനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സമര രംഗത്തിറങ്ങി കഴിഞ്ഞു. മുഴങ്ങുന്നത് ധനവകുപ്പിന്റെ മരണമണിയാണെന്നറിഞ്ഞിട്ടും പിണറായിയുടെ മുന്നിൽ മറുത്തൊരക്ഷരം പറയാതെ തലകുനിച്ചിരിക്കുകയാണ് കെ.എൻ. ബാലഗോപാൽ. നന്ദി.